കമ്പോജി സ്റ്റാർ വിനീതിന്റെയും ജ്ഞാപകം സ്റ്റാർ ഇന്ദ്രധനുഷ് അല്ലെങ്കിൽ കലേഷ് പിന്നെ നമ്മുടെ ലിജോ മോളുടെ ഒക്കെ ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ പൊന്മാൻ കണ്ടപ്പോ തൊട്ട് ഞാൻ ലിജോ മോളുടെ ഡൈ ഹാർഡ് ഫാൻ ആയി പോയി. സോ ഞാൻ വിചാരിച്ചു കൂടുതൽ സിനിമാസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പോഴാണ് ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാതൽ 80 പൊതു ഉടമൈ, ലവ് ഫോർ ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെച്ചു കണ്ടു നോക്കാം. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രസന്റഡ് ബൈ ജിയോ ബേബി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇന്ന ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് മനസ്സിലായി. കാണാനുള്ള സകല മൂഡ് അവിടെ പോയി. സ്റ്റിൽ ആ സമയത്ത് ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ വെച്ച് കണ്ടു നോക്കാം. ഒരു വിജനമായ ഒരു NH കാണിക്കുന്നുണ്ട്, അതിൽ കൂടെ ചീറിപ്പാഞ്ഞ് വരുന്ന ഒരു ഇനോവ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പിസ്സ ഷോപ്പ്. സോ ആ പിസ്സ ഷോപ്പിന് പേരിട്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ പിസ്സ എന്നാണ്. എനിക്ക് അറിയാമേലായിട്ട് ചോദിക്കാൻ, ഏതെങ്കിലും ഒരുത്തൻ പിസ്സ ഷോപ്പിന് സൂപ്പർ സ്റ്റാർ പിസ്സ എന്ന് ഇടും? അങ്ങനെ ഇട്ടാൽ എവനെങ്കിലും വരുമോ? അതാണ് എന്റെ ഏറ്റവും വലിയ ഡൗട്ട്. സോ അതിൽ തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജ്ഞാപകം സ്റ്റാറിന്റെ കടയാണ്. ആ കൊച്ചു നമ്മുടെ ലിജോ മോൾ അവിടെ ഇരുന്ന് പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പാരലൽ ആയിട്ട് അമ്മയും മോളും തമ്മിലുള്ള കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അമ്മ രാത്രി മുഖത്ത് കടലമാവോ മൈദമാവോ എന്തൊക്കെ ഇട്ടിട്ട് ലിജോ മോളിന് ഒരു ഗ്ലാസ് പാലും കൊണ്ടുവരികയാണ്. അപ്പൊ കൊച്ചു പറയുന്നുണ്ട്, മമ്മി ഐ ആം ഇൻ ലവ്, എനിക്കൊരാളെ ഇഷ്ടമാണ് പറയുന്നത്. സോ 1.25 മണിക്കൂറിന്റെ പടത്തിൽ 1 മണിക്കൂർ വരെ അവർ ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ട്. അതായത് ലിജോ മോള് ലെസ്ബിയൻ ആണ് എന്നുള്ളത്. ഇവർ ഇറക്കി വിട്ട പോസ്റ്ററിൽ ഈ ലിജോ മോൾ വന്നിട്ട് വേറൊരു കൊച്ചുമായിട്ട് കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. പിന്നെ എന്നാ തേങ്ങ സസ്പെൻസ്, അതാണ് എനിക്ക് അറിയാത്തത്. ഒന്നെങ്കിൽ ഇതിന്റെ ഡയറക്ടർ മണ്ടനാണ്, അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തവൻ മണ്ടനാണ്. ഇത് കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഓ, എനിക്ക് മരുമോനെ കിട്ടാൻ പോവാണേ പറഞ്ഞിട്ട് അമ്മ അവിടെ തുള്ളിക്കളിയാണ്. എന്താണ്, മറ്റേ ഹാപ്പി ജാമിന്റെ അഡ്വർടൈസ്മെന്റ് പോലെ. സോ അമ്മ ചില്ലറക്കാരിയൊന്നുമല്ല, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുള്ള ഇൻഫ്ലുവൻസർ ആണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ് തുറക്കും, ലൈവിൽ പറയും പ്രേമം മണല് പോലെയാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മാള് ലെസ്ബിയൻ ആണെങ്കിൽ അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവര് തിന്നണതും കുടിക്കണതും കുളിക്കണതും തുണി മാറണതും കാണിക്കാൻ വേണ്ടി ഒരു പടം 1.5 മണിക്കൂർ തന്നെയാണ് കാണിച്ചത്. രാവിലെ ആയ മകള് പറയും, അമ്മ എനിക്ക് വന്നിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം വേണം. അമ്മ പോയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചിട്ട് വരുന്നുണ്ട്. എന്റെ പൊന്നെ ചേച്ചി, അമുലിന്റെ ബൈ 1 ഗെറ്റ് 1 ഒക്കെ ഇല്ലേ ഇപ്പൊ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു ലിറ്ററിന്റെ സിംഗിൾ പാക്ക് മേടിച്ചത്? നഷ്ടമാണ് ഇതൊക്കെ, വെറും മണ്ടിയാണ് നിങ്ങൾ. സോ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണ് മകളെക്കാളും സന്തോഷം, മകൾ കല്യാണം കഴിക്കാൻ പോവാണ് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയുടെ കല്യാണമാണോ നടക്കാൻ പോണ്, അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നും. സോ ഇതിൽ നമ്മുടെ ലിജോ മോളുടെ അച്ഛനാണ് നമ്മുടെ കമ്പോജി സ്റ്റാർ ആയ വിനീത് എന്ന് വേണമെങ്കിൽ പറയാം. അണ്ണൻ പക്ഷെ സൂപ്പറാണ് കേട്ടാ. അണ്ണൻ വേറൊരു പെണ്ണും കെട്ടി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അവിടെ സുഖമായി ജീവിക്കുകയാണ്. സോ ഇതിന്റെ ഇടയിൽ ഇവര് ലെസ്ബിയൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് വരികയാണ് നമ്മുടെ കലേഷ്. അവരൊക്കെ വിചാരം കലേഷാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ ആ കൺഫ്യൂഷൻ ഒക്കെ തീർത്തിട്ട് നമ്മുടെ കമ്പോജി സ്റ്റാർ വന്നിട്ട് കലേഷിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഇവര് ലെസ്ബിയൻ ആണെങ്കിൽ നീ എന്താ ഗേ ആണോ? വല്ല ആവശ്യമുണ്ടോ? മിണ്ടാണ്ട് അവന്റെ പാട് നോക്കി പോയാൽ പോരെ. കലേഷിനാണ് വെച്ച ലിജോ മോളിനോട് പ്രേമം, ലിജോ മോളിനാണ് വെച്ച വേറൊരു പെണ്ണിനോട് പ്രേമം. ഈ കമ്പോജി സ്റ്റാർ വേറൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു, ഇയമ്മ മാത്രം ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെറുപ്പിക്കലാണ്, കണ്ടു തീർക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ലിജോ മോള് തന്നെയാണോ അതിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് തോന്നും. മറ്റേ സകല ഇതും പോയി. ജിയോ ബേബിക്ക് എനിക്ക് അറിയാത്തത് ഈ ഗേ ലെസ്ബിയൻ അങ്ങനത്തെ പടം മാത്രമേ എടുക്കാൻ അറിയുള്ളൂ. അല്ല അറിയാനായിട്ട് ചോദിക്കുന്നു, കണ്ടു മടുത്തടേ എന്നാ ഒരു 100 കൂട്ടം പടം ഇറക്കി വിട്ടു. നീ ഓസ്കാർ സിനിമാസ് വരെ ഇപ്പൊ ഇതാണ്. ഗേ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഒരു അവാർഡ്, ലെസ്ബിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവാർഡ്. ഏതോ പടം ആയിക്കോട്ടെ, ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ തരുന്ന രീതിയിൽ എടുത്ത പിന്നെയും ശരി. ഇത് ഇവർക്ക് മാത്രം മനസ്സിലാവുന്ന രീതി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിന് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ പടം എടുത്തു വെക്കും. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നിനക്ക് സിനിമയെ പറ്റി എന്നെ ഉണ്ടാറിഞ്ഞിട്ടാണ്. ഞാൻ A to Z ഓഫ് സിനിമ പറഞ്ഞ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ രാജമൗലിയുടെ അസിസ്റ്റന്റ് ആയി പോയി നിൽക്കുക. നോർമൽ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ സിനിമ എടുക്കാനേ പാടുള്ളൂ. അല്ലാതെ എന്നെങ്കിലും എടുത്തു വെച്ചിട്ട് ഇതാണ് പറയാൻ ഏത് പുല്ലനും പറ്റും. എന്നിട്ട് ഓരോരുത്തന്മാരുടെ വർത്താനം അത് വേറെ കേൾക്കണം. സിനിമ കാണും തന്നെ റിലാക്സ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും മനുഷ്യന്റെ സ്ട്രെസ് കളയാനുമാണ്. ഇങ്ങനത്തെ ഓരോ അപരാധം പിടിച്ച് പടം കാണുമ്പോൾ മനുഷ്യന് ടെൻഷൻ കൂടുകയാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ടെന്റ് കോട്ട അല്ലെങ്കിൽ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സോ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ട്രൈ ഇറ്റ് ഔട്ട്.